നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് ജാമ്യം കിട്ടുമോ? കേരളം ഉറ്റുനോക്കുകയാണ് പത്തനംതിട്ടയിലേക്ക്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഈ വാദം കേട്ടത്. ആദ്യം 3 ദിവസം രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ആ കസ്റ്റഡിയെ പ്രതിഭാഗം അഭിഭാഷക എതിർത്തില്ല. കാരണം കാരണം പറഞ്ഞ് പിന്നെ മുടക്കണ്ട എന്നുള്ളതാണ്. അതിന് കാരണം രാഹുൽ മാങ്കൂട്ടം ആദ്യം സഹകരിച്ചില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 3 ദിവസം കൊടുത്തപ്പോൾ വാദി പ്രതിയാകുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഈ പറയുന്ന അതിജീവിത ഭർത്താവോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ പിന്നാലെ പിന്തുടരുകയായിരുന്നു. എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണം, രാഹുൽ മാങ്കൂട്ടമായി കുറച്ച് സമയം ചെലവഴിക്കണം, രാഹുൽ മാങ്കൂട്ടമായി കിടപ്പറ പങ്കിടണം. ഇങ്ങനെ ക്രൈസിസ് ഉള്ള ഒരു പെൺകുട്ടി പലതവണ നിഷേധിച്ചിട്ടും അവർ എന്നെ കാണാൻ വന്നതാണ്. അങ്ങനെയാണ് തിരുവല്ല ഹോട്ടലിൽ വരുന്നത്. അവർ വന്ന് റൂം എടുക്കുന്നു, എന്നെ വിളിക്കുന്നു. അവസാനം അവിടെ വെച്ച് ഞങ്ങൾ ബന്ധപ്പെടുന്നു. അത് ആ പെൺകുട്ടിയുടെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും താല്പര്യത്തോടും മാത്രമല്ല, ആ കുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കുട്ടി വേണമെന്ന് പോലും ആവശ്യപ്പെട്ടു എന്നുള്ള മൊഴിയാണ് രാഹുൽ മാങ്കൂട്ടം കൊടുത്തത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി അന്നത്തെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അവർ രാഹുൽ മാങ്കൂട്ടത്തെ നേരെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കൊണ്ടുപോയില്ല. കാരണം അവിടെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഹോട്ടലിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ കൃത്യമാണ്. അതിൽ കൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നുള്ള തെളിവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ല, ആരെ അറസ്റ്റ് ചെയ്യുമ്പോഴും അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി അതിന് ഗ്രൗണ്ട് കൊടുക്കണം. കൂടാതെ ഇൻസ്പെക്ഷൻ മെമ്മോ, അയാളെ ബോഡി കംപ്ലീറ്റ് പരിശോധിച്ച് ഇൻസ്പെക്ഷൻ മെമ്മോ കൊടുക്കണം. മാത്രമല്ല ഇഷ്ടപ്പെട്ട ഒരാളെ ഫോൺ ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം. അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. മാത്രമല്ല ഈ കേസിനാസ്പദമായ പരാതി കൊടുത്ത ലേഡി, അതായത് യുവതി കനലിൽ നിന്ന് മെയിൽ അയച്ചു. ആ മെയിൽ തയ്യാറാക്കി കൊടുത്ത പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പെൺവേട്ടക്കാരനായ P ശശിയുടെ ഏറ്റവും ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ആണ്. 3 പരാതികൾ നേരത്തെ 3 പരാതികളും തയ്യാറാക്കിയത് ഈ അഡ്വക്കേറ്റ് ആണ്. തിരക്കഥ സംഭാഷണം തയ്യാറാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഈ അതിജീവിതയുടെ കഥ. അതുകൊണ്ട് തന്നെ അതിജീവിത പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരിട്ട് എഴുതി അയച്ച കാര്യങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശമുള്ള തെളിവുകളും ആ യുവതി തന്നെ കൊടുത്ത തെളിവുകളും നോക്കുമ്പോൾ അജഗജാന്തരമായിരുന്നു. ഇതൊരു ബലാത്സംഗമല്ല. ആ യുവതിയുടെ താല്പര്യപ്രകാരം ആ യുവതിക്ക് ഒരു കുട്ടിയെ വേണം, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ചുറുചുറുക്കുള്ള കുട്ടിയെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടാണ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടവുമായി ഇത്രയും ബന്ധങ്ങൾക്ക് വന്നത്. പിന്നീട് അത് ക്രൈസിസ് ഭയങ്കരമായി പ്രണയമൊത്ത് കാമമായി ഏത് സമയത്ത് രാഹുൽ മാങ്കൂട്ടം വേണം എന്നുള്ള അവസ്ഥയിലായി. രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയാൻ പറ്റാത്ത അവസ്ഥ. ഏത് സമയം നോക്കിയാലും ആ പെൺകുട്ടി ഫോൺ ചെയ്യുന്നു. ആ പെൺകുട്ടി ഏത് സമയത്ത് സംസാരിക്കണം. ഈ അവസ്ഥയിൽ വന്നപ്പോൾ ഫോൺ ഓഫാക്കി, അവരുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം ആരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അല്ല, ആ പെൺകുട്ടി നേരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തായ ഫെനി നൈനാനുമായി സംസാരിച്ച അവസാനം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 3 മണിക്കൂറെങ്കിലും രാത്രി കൂടെ കഴിയാൻ സൗകര്യം ചെയ്തു തരണമെന്ന് കാല് പിടിക്കുന്ന പോലെ അവർക്ക് അറിയിച്ചുകൊണ്ടുള്ള സംഭാഷണം അയക്കുകയുണ്ടായി. അതായത് ഈ തിരുവല്ല ഹോട്ടലിൽ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പരാതി കംപ്ലീറ്റ് കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി തന്നെ ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണമാണ്. ആ ഫോൺ സംഭാഷണം കേട്ട് കോടതി ശരിക്ക് ഞെട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു സംഭവമാണുള്ളത്. അത്രയും കൃത്യമായി ആ പെൺകുട്ടി എൻ്റെ ഇഷ്ടപ്രകാരമാണ്, എൻ്റെ താല്പര്യപ്രകാരമാണ്, എനിക്കുള്ള മോഹമാണ്, എൻ്റെ ഒരു വല്ലാത്ത ഒരു ആരാധനയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കിടപ്പറ പങ്കെന്ന് പറയുന്ന ഒരു കാര്യമെന്നാണ് അതിൽ പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്താണ് ബലാത്സംഗമല്ല എന്ന് പറയുന്ന തെളിയിക്കാനുള്ള കാര്യം? പിണറായി വിജയൻ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ആവുമോ? പിണറായി വിജയൻ കാണുന്ന ഈ P ശശിയെ പോലെയുള്ള തേർഡ് റേറ്റ് ആയ ഒരു പെൺവേട്ടക്കാരനായ ഒരാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവച്ച് മറ്റുള്ളവരെല്ലാം പെൺവേട്ടക്കാരാണെന്ന് പറഞ്ഞാൽ ശരിയാവോ? നമുക്ക് CKP പത്മനാഭൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു MLA മകളെ കയറി പിടിച്ച ആഭാസനാണ് ഈ P ശശി. ആ P ശശിയെ ഓഫീസിൽ കൊണ്ടിരുത്തിയിട്ടാണ് കാണുന്ന എതിരാളികളെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുന്നത്. എന്നെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കിയുള്ള വിദ്വാനാണ് P ശശി. അന്ന് മുതൽ E.K. നായരുടെ ഭരണകാലം മുതൽ E.K. നായരുടെ ഓഫീസിൽ വെച്ച് പല പോലീസ് ഓഫീസർമാരുമായിട്ട് പോലും ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കിയതിന്റെ വ്യക്തമായ കാസറ്റ് ആയിരുന്നു എന്റെ കൈവശം ഉണ്ടായത്. 1999 ജൂൺ 30 അർദ്ധരാത്രിയാണ് എന്റെ ഓഫീസിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് കടത്തിക്കൊണ്ടുപോയത്. എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു, ഇതേപോലെ കൊണ്ടുപോയി. ഇവിടെ അങ്ങനെയുള്ള P ശശി തയ്യാറാക്കി കൊടുത്ത ഒരു പരാതി കേട്ട് വെച്ചിട്ട് ഈ പെൺകുട്ടി മുമ്പ് ചെയ്ത കാര്യങ്ങൾ, ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടുമായി അറിയിച്ച കാര്യങ്ങളെല്ലാം കള്ളമായി തരാൻ പറ്റുമോ? ഈ തെളിവുകൾ കണ്ടിട്ട് 3 തെളിവുകളാണ് പ്രധാനമായിട്ട് ഹാജരാക്കി. ഒന്ന്, ഈ പെൺകുട്ടി, അതായത് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി കൊടുത്ത പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടുമായി തന്റെ കിടപ്പറ പങ്കിട്ടത് തന്റെ ഇഷ്ടപ്രകാരമാണ് എന്ന് പറയുന്ന ഒരു ഫോൺ സംഭാഷണം. രണ്ടാമത്തത്, രാഹുൽ മാങ്കൂട്ടുമായി ഈ പെൺകുട്ടി നടത്തിയ ചാറ്റുകൾ. മൂന്നാമത്തത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഫെനി നൈനാനുമായി ഈ പെൺകുട്ടി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ. ഈ 3 രേഖകൾ മാത്രമല്ല,
ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും അപ്പെക്സ് കോർട്ടിലുള്ള സുപ്രീം കോടതിയിലുള്ള 3 ജഡ്ജ്മെന്റുകളുണ്ട്. ഒന്ന്, ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായി ഇഷ്ടപ്രകാരം ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ, ആ പുരുഷന് ഇഷ്ടമാണെങ്കിൽ സെക്ഷലി ബന്ധപ്പെടാം എന്ന് പറയുന്ന വിധിയുണ്ട്. അത് എന്തല്ല, ബലാത്സംഗമല്ല. വീണ്ടും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി വന്നതെന്ന് പറയുന്ന പരാതി ഉള്ളത്. വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ശരീരബന്ധം ഉണ്ടായാൽ അത് കുറ്റകരമല്ല എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ജഡ്ജ്മെന്റാണ് ജനുവരി 8-ന് 2026 ജനുവരി 8-ന് ജസ്റ്റിസ് നാഗരത്നം പുറപ്പെടുവിച്ചുള്ളത്. നാഗരത്നം മാത്രമല്ല, 2-അംഗ ഭരണഘടനാ ബെഞ്ചാണ്. ആ ബെഞ്ചിന്റെ വിധിയെ അതികടക്കാൻ മജിസ്ട്രേറ്റിനോ അതേസമയം സെഷൻസ് കോടതിക്കോ കഴിയില്ല. അതേപോലെ കേരള ഹൈക്കോടതിയുടെ സുപ്രധാന ജഡ്ജ്മെന്റ് ഉണ്ട്. സുപ്രീം കോടതി തന്നെ മറ്റു 4 ജഡ്ജ്മെന്റുകളാണ് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ ഹാജരാക്കിയിട്ടുള്ളത്. കാര്യങ്ങൾ വിവരിക്കുക മാത്രമല്ല, ഈ ജഡ്ജ്മെന്റിലെ പ്രസക്ത ഭാഗങ്ങൾ, അതായത് ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞ എന്താ, എന്നെ ബലാത്സംഗം ചെയ്തു, എന്നെ കണ്ടപ്പോൾ തന്നെ ചാടി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, എന്നെ ചാടി ഓൺ ദ സ്പോട്ട് തിരുവല്ല ഹോട്ടലിൽ വെച്ച് ചാടി വീഴുകയും എൻ്റെ ശരീരം മുഴുവൻ പിച്ചി ചീന്തുകയും എൻ്റെ മുഖത്തടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അതോടൊപ്പം അതിനുശേഷം പറയുന്നത് എന്താ, എനിക്ക് രാഹുൽ മങ്കൂട്ടത്തെ കാണണം, എനിക്ക് രാഹുൽ മങ്കൂട്ടത്തെ ഒരുമിച്ച് കഴിയണം എന്ന് പറയുന്ന കാര്യം. ഇതെങ്ങനെ രണ്ടും കൂടി ശരിയാവുന്നത്? ഇപ്പൊ പരപുരുഷന്മാരെ തേടിപ്പോകുന്ന, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് നടക്കുന്ന ആ സ്ത്രീയെ എന്ത് വിളിക്കണമെന്നാണ് രാഹുൽ മങ്കൂട്ടന്റെ അഭിഭാഷകൻ, പ്രശസ്തനായ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ കോടതിയിൽ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേട്ട് കോടതിക്ക് ഉത്തരം മുട്ടിയല്ല, കോടതി നേരെ പ്രോസിക്യൂഷനോട് ചോദിച്ചു എന്താണ് പറയാനുള്ളത്. അവർക്ക് ഒന്നും പറയാനില്ല. ആകപ്പാടെ പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളിയാണ്, സ്ഥിരം ബലാത്സംഗം ചെയ്യുന്നതാണ്. ഏതെങ്കിലും കുറ്റം തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല. നിങ്ങൾ പറഞ്ഞ പരാതിയിൽ 2 പരാതിയിൽ, രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടി പിന്മാറിയിട്ടുണ്ടോ? അത് അവരുടെ 164 സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? പരാതിയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതേ എന്ന് പറഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. ആദ്യത്തെ പരാതിയോ, അവർ ഇതേപോലുള്ള ഗർഭിണിയാക്കാമെന്നും കുഞ്ഞു വേണമെന്ന് പറഞ്ഞിട്ടുള്ള പരാതിയാണോ? സമാന സ്വഭാവമുള്ളതാണോ? അതിന് നോട്ട് അറസ്റ്റ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും വിധി വന്നിട്ടില്ല. അപ്പം ഈ പരാതിയും ആ പരാതിയും സമാന സ്വഭാവമുള്ളതെന്ന് മാത്രമല്ല, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ജഡ്ജ്മെന്റ് ഉള്ളപ്പോൾ അതിനെ മറികടക്കാൻ ഈ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി കഴിയുമോ എന്നുള്ള ചോദ്യമാണ്, നിയമപരമായ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ നമ്മുടെ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ ചോദിച്ചത്. അതിലുപരി ഈ പെൺകുട്ടി വേട്ടക്കാരനോടൊപ്പം വേട്ടയാടാൻ പോവുകയും അതേപോലെ ഇരയോടൊപ്പം ഓടുകയും ചെയ്യുന്ന പ്രത്യേക പ്രകൃതമുള്ള ഒരാളാണ്. കാരണം ആദ്യം ഇരയോടൊപ്പം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ തേടി നടന്നു, രാഹുൽ മാങ്കൂട്ടത്തെ പിന്നാലെ നടന്നു, പ്രണയം മൂത്ത് കാമം മൂത്ത് അവസാനം എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം കഴിയണമെന്ന്, കിടപ്പറ പങ്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നടന്നു. അവസാനം എന്തായി, രാഹുൽ മാങ്കൂട്ടം മറ്റു പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞതോടെ ആ രാഹുൽ മാങ്കൂട്ടവുമായുള്ള പ്രണയം പകയായി തീർന്നു. ആ പകയാണ് പിണറായി വിജയന്റെ അടുത്ത് എത്തിച്ചത്. പിണറായി വിജയനെ ഈ പെൺകുട്ടിയെ നമ്പർ കിട്ടുന്നു, അന്വേഷിക്കുന്നു, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവസാനം പരാതി കൊടുത്തതോ വാദി പ്രതിയാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ വഴിത്തിരിവുണ്ടാകും. രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്കെതിരെ ഏറ്റവും ചുരുങ്ങിയത് 20 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതായത് പോലീസിനും, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത പോലീസിനെതിരെയും അതേപോലെ ഈ പെൺകുട്ടിക്കെതിരെയും 20 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം കേസ് കൊടുക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഇന്ന് 2026 ജനുവരി 22-ന് 24-ന് ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതി വിധി പറയുകയാണ്. ആ വിധി നമ്മളെ കേട്ടറിവ് വെച്ച്, അതിനുള്ളിലുള്ള അഡ്വക്കേറ്റ്മാർ പറഞ്ഞ അറിവ് വെച്ച് പ്രോസിക്യൂഷൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവർക്ക് ആകെ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളതാണ്. എന്നാൽ ഈ തെളിവുകളുടെ മുമ്പിൽ പകച്ചു നിന്ന പ്രോസിക്യൂഷൻ, ഞെട്ടിപ്പോയ കോടതി ഈ അവസ്ഥയിൽ കൃത്യമായി സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് കൃത്യമായി നിയമജ്ഞർ പറയുന്നത്. അതിന് കാരണം അത്രയും ശക്തമായ തെളിവുകളും അതോടൊപ്പം തന്നെ നിയമത്തിന്റെ പിൻബലവും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഇല്ലീഗലായ ആക്ടിവിറ്റീസും കള്ളക്കേസും ആണ് ഇതിന് കാരണം. ഏറ്റവും പുതിയ വിവരം, ഈ പെൺകുട്ടി മുങ്ങി, ഈ പെൺകുട്ടി പരാതിയിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.